പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ
നിൻ്റെ സമാധാനത്തോടെ ഭരിക്കും കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക കർത്താവേ. അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടഭൃത്യ, നിന്നോട് ഞാൻ ക്ഷമിച്ചതുപോലെ നീയും അവനോട് ക്ഷമിക്കേണ്ടതായിരുന്നില്ലേ? അർഹത നഷ്ടപ്പെടുത്തി കണ്ട ഒരാൾ. ആ വചനം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതലുള്ള തിരുവചനം. മത്തായി 18-23 വചനങ്ങൾ. സ്വർഗ്ഗരാജ്യം സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശമാണ്. കണക്ക് തീർക്കാൻ ആരംഭിച്ചു 10,000 താലന്ത് കടപ്പെട്ടു. 10,000 താലന്ത് കടപ്പെടുന്ന ഒരുവൻ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നു. അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ എന്നോട് ക്ഷമിക്കണം, എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും അപ്പോൾ അവന് കടം ഇളച്ചു കിട്ടി, അർഹത കിട്ടി. അടുത്ത വചനം എന്താ? അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ അർഹത ഇവൻ കളയുന്നുണ്ട് പിന്നീട്. അതാണ് വിഷയം. ഓക്കെ, അർഹത പലർക്കും കിട്ടും, പക്ഷെ കൈയിരിപ്പ് കാരണം അർഹത അവർ കളഞ്ഞെടുക്കും. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാൻ, അത് നിസ്സാര കാശാണ്, 100 ദനാറ തരാനുണ്ടായിരുന്ന തന്റെ സഹസേവകൻ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. മറ്റേ താലന്താണ് 10,000 സ്വർണ്ണമാണ്, ഇത് വെള്ളി നാണയമാണിത്. 10 വില കുറവാണ്, 100 വെള്ളി നാണയം. അത് തരാത്തവൻ്റെ കഴുത്തിന് ഇവൻ ഈ 10,000 താലന്ത് ഇളച്ച് കിട്ടിയവനെ, 10,000 സ്വർണ്ണ നാണയങ്ങൾ ഇളച്ച് കിട്ടിയവൻ 100 വെള്ളി നാണയക്കാരൻ എൻ്റെ കടക്കാരനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ച്. അപ്പോൾ ഈ കയ്യിരിപ്പാണേ. അപ്പോഴുടനെ മറ്റുള്ളവർ വന്ന് രാജാവിനോട് പറയും, നമ്മൾ അങ്ങ് സമക്ഷത്തുനിന്ന് ദയവുണ്ടായി അവൻ്റെ 10,000 താലന്ത് ഇളച്ച് കിട്ടില്ലേ? അതെ, കൊടുത്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ അവന് 100 വെള്ളി നാണയം തരാനുണ്ടായിരുന്നു, അവൻ്റെ കഴുത്ത് തിരിച്ചെന്ന് പറയും. അപ്പോൾ രാജാവ് അലറും, ദുഷ്ടഭൃത്യ, കൊണ്ടുവരാൻ പറഞ്ഞവനെ കൊണ്ടുവന്ന്. എന്താ പിന്നെ അടുത്ത ഭാഗം വായിച്ചേ? മത്തായി 18:32-33. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു. അതവിടെയാണ് വിഷയം. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ല. അപ്പം കരുണ ഒരു വിഷയമാണ്. നമ്മൾ കൈപ്പറ്റുമ്പോൾ തന്നെ മറ്റുള്ളവരോടും കരുണ കൊടുക്കണം. നമ്മളെല്ലാവരോടും കരുണ വാങ്ങിക്കും. നമ്മുടെ മേലാളന്മാർക്ക് എല്ലാം കരുണ കൈപ്പറ്റും. കീഴാളന്മാർക്ക് നമ്മൾ കരുണ കൊടുക്കത്തില്ല, താഴെയുള്ളവരുടെ കൂടെ. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇവനെന്ത് ചെയ്യുന്നറിയുമ്പോൾ ഇവൻ ആദ്യം കരുണ കിട്ടി, 10,000 താഴെ ഇളച്ച് കിട്ടിയവൻ അവന് ഉള്ളത് കൂടി പോയി. അർഹത കിട്ടിയവൻ അർഹത നഷ്ടപ്പെടുത്താൻ. നിങ്ങൾക്ക് പണ്ട് ഇതിനേക്കാൾ അർഹത ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് ഓർക്കണം. നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം അർഹത നഷ്ടപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കും. നമുക്കതിൽ നിന്ന് നേട്ടം ഒക്കെ ഉണ്ടാകുന്ന വിഷയം വരുമ്പോഴേ നമ്മൾ കുറേ വചനം മറന്നു പോകും, പിന്നെ പള്ളി മറക്കും.
എനിക്ക് ഏറ്റവും ദേഷ്യം ഈ ദിവസം കുർബാന കാണുന്നവരെ. അപ്പം നിങ്ങളോർക്കും ജോസഫ് അച്ഛൻ പിന്നെ അതല്ലേ പറയണത്, എല്ലാ ദിവസവും കുർബാനക്ക് പോകണമെന്ന്. എല്ലാ ദിവസവും കുർബാനക്ക് പോകണം, കുർബാന സ്വീകരിക്കുകയും വേണം. പക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധം അതിനുണ്ടാകണം. ഞാൻ ഈ നാട്ടുപുറങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി കുർബാന, ഞാൻ എത്രയോ പള്ളികളിൽ ഇരുന്ന ആളാണ്. യോ, എനിക്ക് ഈ ഓസ്തി മുറിച്ച് കപ്പേരുണ്ടല്ലോ, കപ്പേര് അവിടെ നിന്ന് ഒരു മെഷീൻ എടുത്തിട്ട് ഈ ഓസ്തി എല്ലാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓസ്തി, ചെറിയ ഓസ്തി, ഒരു വലിയ ഓസ്തിയാണ് നമുക്ക് കിട്ടണത്. അതിൽ നിന്ന് ചെറുതും വലുതുമൊക്കെ വെട്ടിയെടുക്കണം, വലുതിനെ വെട്ടിയെടുക്കണം. പിന്നെ ചെറിയ ബാക്കിയുള്ളതാണ് നമ്മൾ ചെറിയ ഓസ്തി ഉണ്ടാക്കിയിട്ട് കപ്പേര് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയും വരും ദേഷ്യവും വരും. എന്താണ്, എത്രയോ കാപട്യം പിടിച്ച ആൾക്കാരുടെ ഉള്ളിൽ കർത്താവ് ചെന്ന് അടങ്ങേണ്ട സംഭവമാണിത്. അത് ഭയങ്കര സങ്കടകരമായി. ഇന്നത്തെ സഭയിൽ ഏറ്റവും സങ്കടകരമായ ആൾക്കാർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്, ദിവസം കുർബാന സ്വീകരിക്കുന്നവർ. അവർ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ആ പണി വരുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ എന്താണ് പാനം ചെയ്യണത്, ഭക്ഷിക്കണമെന്ന്. ബൈബിൾ പറയണത് ശിക്ഷാവിധി എന്നാണ് പറയണത്. ആ വചനമെടുത്തേ, 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ, ശിക്ഷാവിധി ആൾക്കാരെ വായും പൊളിച്ച് വരുമ്പോൾ ഓർത്തേക്കണം, മിക്കവാറും ഇത് എൻ്റെ ശിക്ഷയ്ക്ക് അവസാനിക്കുമെന്ന്. അങ്ങനെ മനസ്സ് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കരുത് നിങ്ങൾ. കാര്യം ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടൊരു വിശുദ്ധനുണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ആളയാൾ. അയാൾക്ക് 8 കിലോമീറ്റർ 8 മൈൽ നടക്കണം അങ്ങേരുടെ ഫാക്ടറി ജോലി ചെയ്യണം. അപ്പോൾ ഒരു ചോറ്റുപാത്രത്തിൽ ചപ്പാത്തിയും കൊണ്ട് പുള്ളി ഓടാതെ എത്തത്തില്ല അവിടെ വരെ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർബാന കൂടുന്നത്. പിന്നെ കുർബാനയുടെ സമയമാകുമ്പോൾ പുള്ളി പോണ സമയത്ത് പോയ വഴി പള്ളിയുണ്ട്, പക്ഷേ പള്ളി അടച്ചു പോകും. പുള്ളിക്ക് സങ്കടമാണ് കർത്താവിനെ കാണാൻ പറ്റാത്ത. അപ്പോൾ ഉടനെ അടക്കണ പള്ളിന് ഓട്ടത്തിൽ ഈ പാത്രവും ഇരക്കി പിടിച്ചുകൊണ്ട് മുട്ടും ധ്യാനവാതിലെ എന്നിട്ട് പറയും, കർത്താവേ മാട്ടും വന്നു കേട്ടാ, മാട്ടിന് സമയമില്ലെന്ന് എനിക്കറിയാമില്ല, മാട്ടും പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേൾക്കണത്. എന്ന് വെച്ചാൽ അങ്ങനെ പോയി ആ മനുഷ്യൻ വിശുദ്ധ മാട്ടിനായി. അപ്പം ദിവ്യകുർബാനെ ചുമ്മാ ഒരു 1/2 കിലോമീറ്റർ അകലെ നിന്ന് അടച്ചിട്ട പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് വിശുദ്ധരാകാൻ പറ്റൂ. ആ സ്ഥലത്താണ് നീ ദിവസവും പോയി കുർബാന സ്വീകരിച്ച്. ഉടമ്പടിയിലെ മെയിൻ സംഭവം കുർബാന സ്വീകരണം തന്നെയാണ്, ഒരു കാര്യം. പക്ഷേ എപ്പോഴും ഓർത്തേക്കണം, അത് പറഞ്ഞ് നമുക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കരുത്. അതെപ്പോഴും ഓർത്തേക്കണം, അർഹത ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. പുണ്യപാവനമായ അൾത്താരയിൽ 2ാം വട്ടം സാക്ഷ്യം പറയുന്നതിനായി എന്നെ ഒരുക്കിയ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പേര് രമ്യ, ഞാൻ വരുന്നത് ചേന്നൂർ എന്ന നാട്ടിൽ നിന്നാണ്. ഞാൻ 2022 ഏപ്രിൽ 30 ആദ്യമായി ഉടമ്പടി എടുക്കാനായി ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത്. ഉടമ്പടി എടുത്തതിന് പിറ്റേ മാസം മെയ് 30 ഞാൻ 2007 മുതൽ പല പ്രൈവറ്റ് സ്കൂളുകളിലായി വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി എന്നുള്ളത് ഏത് വർക്ക് ചെയ്യുന്ന അധ്യാപികയ്ക്കും ഒരു പെർമനൻറ്റ് ജോലി എന്നുള്ളത് ഒരു സ്വപ്നമാണ്. ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ മാസം എനിക്ക് മെയ് 30 അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചു. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്കൂളിൽ തന്നെ അധ്യാപികയായി ജോലി എനിക്ക് ലഭിച്ചു. ജൂൺ 1, 2022 ഞാൻ അവിടെ ജോലിക്ക് കയറി. എന്നാൽ ജോലിക്ക് കയറിയതിന് ശേഷം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ജോലിക്ക് കയറിയപ്പോൾ തന്നെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു എയ്ഡഡ് മേഖലയിൽ നടന്നിരുന്നത്. അപ്പോയിൻമെൻറ്റ് പാസ്സാകാൻ ഒത്തിരി വൈകുമെന്ന് പറഞ്ഞെങ്കിലും ഒത്തിരി നാൾ ഇതിന് താമസം വരുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല.
അങ്ങനെ 2022 കടന്നുപോയി, 23 കടന്നുപോയി, 24 കടന്നുപോയി, 25, അങ്ങനെ 4 വർഷക്കാലം ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാനും എന്നെപ്പോലെ ഒത്തിരി അധ്യാപകർ കടന്നു പോയിരുന്നത്. ഭിന്നശേഷിയുടെ പ്രോബ്ലം കൊണ്ട് എയ്ഡഡ് മേഖലയിലെ അപ്പോയിൻമെൻറ്റുകളെല്ലാം തന്നെ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിലൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും എപ്പോഴാണെങ്കിലും മാതാവിൻ്റെ സമയത്തിനനുസരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെ 2026 ജനുവരി 3-ാം തീയതി പുതുക്കാനായി ഞാനിവിടെ വന്നപ്പോൾ ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ എല്ലാ മാസവും തന്നെ ഇവിടെ എത്തിച്ചേരുമായിരുന്നു. പുതുക്കേണ്ടത് പോലെ എല്ലാം പുതുക്കി പോയിരുന്നു. ഈ നിയോഗം മാതാവിനെ അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മുൻപിലുള്ളവരുടെയൊക്കെ പാസ്സായി കൊണ്ടിരുന്നെങ്കിലും 2022 മുതൽ പിന്നെയും എല്ലാം സ്റ്റോപ്പ് ചെയ്ത പോലെ ആയിരുന്നു. പിന്നെയും ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവ് ഇറക്കേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ അന്നിവിടെ പുതുക്കാനായി വന്നപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, മോനെ ജോസഫ് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചുകൂടെ? അപ്പോൾ ഇതുവരെ ഈ ഒരു നിയോഗം വെച്ചോ ഒന്നിനും ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്നിട്ടില്ല. അന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ടോക്കൺ എടുത്ത് പ്രാർത്ഥിക്കാനായി അൾത്താരയിൽ മുട്ടുകുത്തിയ സമയത്ത് അച്ഛനോട് പറഞ്ഞു, 4 വർഷക്കാലമായി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, എന്നാണ് ഇതിന് തീരുമാനമെന്നും നമുക്കറിയില്ല. അപ്പോൾ അച്ഛനിലൂടെ എന്തായാലും ഒരു മറുപടി കിട്ടും എന്നുള്ള വിശ്വാസം 100% വിശ്വാസത്തോടെയാണ് ഞാനിന്ന് ഈ അൾത്താരയിലായിരുന്നത്. പ്രാർത്ഥിച്ച് എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ഇത് കൊടുത്ത് മാതാവിൻ്റെ അടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, മോളെ 21 ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഏത് 21 പറയാൻ കഴിയുന്നില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ജനുവരി 21 ഞാൻ കാത്തിരുന്നു, അത് നടന്നില്ല. അവസാനം ഫെബ്രുവരി ആയി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഒത്തിരി നാളായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് ഈ അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകാനുള്ള എന്തെങ്കിലും ഒരു മറുപടി ഇതിന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫെബ്രുവരി 21 എന്ന തീയതിയിൽ, അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന വേറൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ടീച്ചർ എൻ്റെ സങ്കട സമയത്തും സന്തോഷ സമയത്തും എന്ന് പറഞ്ഞ പോലെ മാതാവ് അയക്കുന്ന പോലെ ടീച്ചറിൻ്റെ കോളോ മെസ്സേജോ എനിക്ക് വരും. അപ്പോൾ 21 തലേ ദിവസം 20-19 ഡേറ്റിൽ ടീച്ചർ ചോദിച്ചു, എന്തായി രമ്യ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം? ഞാൻ ഒന്നും ആയിട്ടില്ല ടീച്ചർ. അപ്പം ടീച്ചറിനോട് ഞാൻ പറഞ്ഞിരുന്നു, അച്ഛൻ ഈ ഡേറ്റ് പറഞ്ഞ കാര്യം ഞാൻ വേറെ ആരോടും തന്നെ ഷെയർ ചെയ്തിരുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതായാലും അച്ഛൻ പറഞ്ഞതല്ലേ 21 നടക്കുമെന്നെൻ്റെ വിശ്വാസമായിരുന്നു. അപ്പോൾ ടീച്ചറും പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞതല്ലേ ഒരിക്കലും തെറ്റില്ല, നീ പ്രാർത്ഥിച്ചു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫെബ്രുവരി 21, 2026 ഫെബ്രുവരി 21-ാം തീയതി NSS സ്കൂളുകൾക്ക് ബാധകമായിരുന്ന സെയിം ഉത്തരവ് തന്നെ എയ്ഡഡ് മേഖലയിലെ എല്ലാ മാനേജ്മെൻറ്റുകൾക്കും പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓർഡർ ഇറക്കി. അത് ആ ഒരു ഉത്തരവിന് വേണ്ടി ഒത്തിരി അധ്യാപകരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു ഓർഡർ പുറത്തിറങ്ങാൻ വേണ്ടി. അന്ന് അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ ഒരു തുള്ളി പോലും ഒരു ഡേറ്റ് പോലും മാറാതെ അന്ന് ആ ഉത്തരവ് പുറത്തിറങ്ങി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. കാരണം കൃപാസനത്തിന് മറ്റുള്ളവർ കളിയാക്കലും കുറ്റം പറയലും പറഞ്ഞ് പുറത്ത് ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ ആൾത്താരയിൽ കയറുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാതാവ് ശരിക്കും ഇടപെട്ടിട്ടുള്ള ഓരോ മേഖലകളുമുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് അതിൽ ഒരുപാട് വിലയുണ്ട്. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ ആരും പ്രാർത്ഥിച്ചു? അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ കുർബാനയുടെ ആ ഒരു ത്യാഗവും എല്ലാം ആ പ്രാർത്ഥനയിൽ വരുന്നത് കൊണ്ട് അച്ഛൻ്റെ ഓരോ വാക്കിനും ഡെയിലി ബ്രെഡിലാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥനയിലാണെങ്കിലും അച്ഛൻ്റെ ഓരോ മെസ്സേജുകൾ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 4 വർഷം ഞാൻ ഇതിനു വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും എനിക്കുള്ള മെസ്സേജ് ഒന്നില്ലേ ഡെയിലി ബ്രെഡിലുണ്ടാവും, അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയിലുണ്ടാകും. എന്താണോ കറക്റ്റ്, കാരണം ഞങ്ങൾ വീട്ടിൽ വയ്ക്കുമ്പോഴും കുഞ്ഞും കേൾക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് മോളും പറയും, അമ്മയ്ക്കുള്ള മെസ്സേജ് കറക്റ്റ് വന്നു. അതുപോലെ ഓരോ ആഴ്ചയിലും നമ്മൾ മുന്നോട്ട് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പ്രചോദനപ്പെടുത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 21 ആ ഓർഡർ വന്നു. അതിനുശേഷവും അപ്പോയിൻമെൻറ്റ് പാസ്സാവുക എന്നുള്ളത് നമ്മൾ റെഗുലറൈസ് ചെയ്ത് ഓരോ DO ഓഫീസുകളിലും ഇത് നടക്കണം. അതിനും ഒത്തിരി കാലതാമസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓർത്തു എന്തായാലും നടക്കും, അടുത്ത അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകും എന്നുള്ള വിശ്വാസത്തിൽ പിന്നെയും കടന്നുപോയി. അങ്ങനെ ഞാൻ മെയ് 1-ാം തീയതി ഇവിടെ ഉടമ്പടി പുതുക്കാനായി പിന്നെയും വന്നു. അതിനിടയിൽ മിക്കപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിലും ചില സിറ്റുവേഷനിൽ നമ്മളിത് മറന്നു പോകുമല്ലോ. അപ്പം ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു, എങ്ങനെയാണെങ്കിലും പാസ്സാക്കി തന്നോളൂ, സമയമാകുമ്പം മെയ് 31 മുമ്പ് എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ മെയ് 4-ാം തീയതി വെക്കേഷൻ സമയമായതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പത്രം കൊടുക്കാമെന്ന് ഓർത്ത് ഞാൻ 5 കെട്ട് പത്രം വാങ്ങിച്ചു. ഇവിടുന്ന് ഒരു സ്ഥലത്ത്, ഞാൻ വേറെ പള്ളികളിൽ ഇടയ്ക്ക് പോകാറുള്ള നവേന പള്ളികളുടെ അടുത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങി, അവിടെ വണ്ടി വെച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീടന്വേഷിച്ച് ഓരോ ഏരിയകളിലും കടന്നുപോയി. അപ്പോൾ എനിക്ക് സ്ഥലം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് കൂട്ടായി ദൈവം 2 കുട്ടികളെ തന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ എൻ്റെ കൂടെ വന്നു.
എനിക്ക് ഓരോ വഴിയും കാണിച്ചു തന്നു. എല്ലാ മേഖലകളിലും നിന്നോലെ പത്രം കൊടുക്കാൻ അവരും എൻ്റെ കൂടെ കൂടി ഞങ്ങൾ ഒരുമിച്ച് പത്രങ്ങളൊക്കെ അവിടെ കൊടുത്തു തീർത്തു. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ നൊവേനപ്പള്ളിയിൽ ചെന്നപ്പോൾ അവിടെയും ഒരു കട്ട പത്രം ആരും കൊടുക്കാതെ ടേബിളിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അതും ഞാൻ എടുത്ത് തിരിച്ചവിടെ നിന്ന് വരുന്ന വഴിക്ക് ഉച്ച സമയമാണ്, ഉച്ച സമയത്ത് വെയിൽ കൊണ്ടാൽ എനിക്കൊട്ടും പറ്റാറില്ല. പക്ഷെ എന്നാൽ നട്ടുച്ച വെയിലത്ത് ഞാൻ ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തി വഴികളിലും കടകളിലും ഒക്കെ ഞാൻ കൊടുത്ത് പോയി. അപ്പോഴും എനിക്ക് വിശ്വാസമായിരുന്നു എന്തായാലും ഇത് നടക്കും, ഈ മാസം ഉണ്ടാകും. അങ്ങനെ ഇരിക്കെ മെയ് 7 തീയതി വൈകുന്നേരം, അപ്പോൾ സാധാരണഗതിയിൽ ദിവ്യബലി രാവിലെ മസ്റ്റായിട്ടും കൂടും. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതമില്ല. ഞാനാണെങ്കിലും കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകും. അത് രാവിലെ എണീപ്പിച്ച് എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി വൈകിട്ടാണെങ്കിലും ഒരു കുർബാന കൂടാനുള്ള അവസരമുണ്ടായി. ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളുടെ സിസ്റ്റർ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നുണ്ടായ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം 4 വർഷത്തോളമായി കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ മെയ് 7 തീയതി അപ്പോയിൻമെൻറ്റിന് പാസ്സായി. പിന്നീട് വേണ്ട ഒരുപാട് പ്രൊസീജിയർ ടീച്ചേഴ്സായിരിക്കുന്നവർക്കറിയാം. പ്രത്യേകിച്ച് പണ്ടത്തേലും ഒത്തിരി നിബന്ധനകൾ ഇപ്പോൾ കൂടുതലാണ്. അങ്ങനെ മെയ് 31 കഴിഞ്ഞു, ജൂണായി. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറായിട്ട് നമ്മൾക്ക് പെൻ നമ്പർ കിട്ടുക എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട്. അത് കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്സ് നമുക്ക് ഓഫീസിലുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ ജൂണിലൊക്കെ പെൻ നമ്പർ കിട്ടി. എനിക്ക് മാത്രം വന്നിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ദൈവമേ എന്നെ മാത്രം എന്താ. അപ്പോൾ എന്നോട് എൻ്റെ സിസ്റ്റർ ചേച്ചി ഉണ്ട്, ചേച്ചി എപ്പോഴും പറയും നമ്മൾ എത്രത്തോളം ഈശോയ്ക്ക് സ്പെഷ്യലാണോ അവർക്ക് വേണ്ടി ദൈവം കുറച്ച് കാത്തു വെച്ചിട്ടുണ്ടാകും, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ 2 ചേച്ചിമാരും എപ്പോഴും പറയും. ഞാനും അപ്പോൾ അതിനെ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജൂൺ കംപ്ലീറ്റ് തീർന്നു. നമ്മൾക്ക് അത്രയ്ക്കും വിഷമം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ഡൗൺ ആവുമെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈശോ അപ്പോൾ ആരെങ്കിലും അയക്കും. പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ച് അതോടുകൂടി മുന്നോട്ട് പോകും. എന്നും കുർബാനയിൽ സമർപ്പിക്കും. കാരണം ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. ജൂലൈ ആയി. അപ്പോൾ ജൂലൈ ആയപ്പോഴേക്കും എന്നോട് ഈ സിസ്റ്റർ ചേച്ചിയും പറയും, എൻ്റെ മോളും പറയും, മോളും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഇങ്ങനെ പറയും. അപ്പം ജൂലൈ 13 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കൊച്ചു പറഞ്ഞു അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടായിരിക്കും ഈശോ പെൻ നമ്പർ തരാൻ പോകുന്നത്. അങ്ങനെ ബർത്ത്ഡേയുടെ ദിവസം വന്നു. രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ പറഞ്ഞു ഈശോ ഇന്നത്തെ ദിവസം നീ എങ്ങനെയാണോ ഭംഗിയാക്കാൻ പോകുന്നത് നീ ചെയ്തോ. ഞാൻ ഒന്നും നിബന്ധനകളൊന്നും വെച്ചില്ല. എങ്ങനെ സന്തോഷമാകുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈശോയ്ക്ക് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എന്നും എന്തൊക്കെ അന്നത്തെ കാര്യങ്ങളുണ്ടോ, സ്കൂളിലെ കാര്യങ്ങളായിക്കോട്ടെ കുട്ടികളുടെ ആയിക്കോട്ടെ ഞാൻ റിക്വസ്റ്റ് ഇടാറുണ്ട്. അതിനനുസരിച്ച് എനിക്ക് മാതാവ് അത് നമ്മളെന്താണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അന്ന് തന്നെ എന്തായാലും ഉണ്ടാകും. അങ്ങനെ അന്ന് സ്കൂളിൽ നിന്ന് പോരാൻ 4:30 സമയമായി. 4:30 മണിയായിട്ടും എൻ്റെ പെൻ നമ്പറിൻ്റെ കാര്യം ഒന്നും എനിക്ക് മെസ്സേജ് വന്നില്ല. അപ്പോഴും ഞാൻ ഓർത്തു ഓക്കെ ഈശോയുടെ ഇഷ്ടമായിരിക്കും, വിട്ടേക്കാം എന്ന് വെച്ച് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു സിസ്റ്റർ വിളിച്ചിട്ട് വന്നു രമ്യൻ ഓഫീസിൽ സിസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയുടെ പെൻ നമ്പർ വന്നിട്ടുണ്ടാവും, അതായിരിക്കും വിളിക്കണേന്ന്. ഞാൻ വേഗം ഓടി ചെന്നപ്പോഴേക്കും എൻ്റെ ആയിരുന്നു ലാസ്റ്റ് വൺ. എൻ്റെ പെൻ നമ്പറും അന്ന് തന്നെ എനിക്ക് മാതാവ് ബർത്ത്ഡേ ഗിഫ്റ്റായി കിട്ടി. അന്ന് നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. ഒരിക്കലും ഇതുവരെ ഇല്ലാത്ത അത്രയും സന്തോഷം എനിക്ക് അന്നുണ്ടായി. അതിനുശേഷവും ഒത്തിരി പ്രൊസീജിയർ ഉണ്ടായിരുന്നു. വേറെയും കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. എൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആവും. അപ്പോഴും എൻ്റെ എല്ലാം പെൻഡിങ് ആയിരുന്നു. പിന്നെയും ഞാൻ ഓർക്കും എപ്പോഴൊന്നും അയച്ചു തന്നോട്ടെ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ജൂലൈ കംപ്ലീറ്റ് ആയി. അപ്പോഴും അത് കംപ്ലീറ്റ് ആകുന്നില്ല. ഓഗസ്റ്റിലേക്ക് കയറി. ഓഗസ്റ്റ് 1 തീയതി ഞാൻ അടുത്ത പുതുക്കലിനായി ഇവിടെ എത്തിയ സമയത്താണ് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് ഇനിയും ഒത്തിരി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇനിയും സാലറി കിട്ടാൻ 1.5 മാസം വൈകും. അപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയെങ്കിലും ഞാൻ ഓർത്തു ഞാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ആൾത്താരയിലായിരിക്കുമ്പോൾ ഇവിടെ എന്തർപ്പിച്ചിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ടീച്ചറാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആ മിസ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാണ് മിസ് ഇതിന് നമ്മൾക്ക് കിട്ടുന്നത്, നമ്മൾ എത്ര വർഷമായി കാത്തിരിക്കണേന്ന് പറഞ്ഞ് ഫോണിൽ കൂടി കരച്ചിലാണ് കേൾക്കുന്നത്. ആ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അതുപോലെ തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവേ 1.5 മാസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്താണെങ്കിലും ഓഗസ്റ്റ് 15 എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന് മുമ്പേ ഞങ്ങളുടെ സാലറി കിട്ടിയിരിക്കണം. അത്രയും നമ്മൾ ഇത്രയും കൂട്ടുകാരോട് പറയുന്ന പോലെ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ പറ്റില്ല. അപ്പോൾ പലരും പറഞ്ഞു ഏതെങ്കിലും ഓഫീസുകളിൽ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ പോയി കോൺടാക്ട് ചെയ്യുക. പക്ഷെ നമ്മൾക്ക് ഈ ബന്ധപ്പെട്ട ഓഫീസുകളിലൊന്നും അങ്ങനെ കയറി നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഒരു ഓഫീസിലും എനിക്ക് വേണ്ടി പോകാൻ ആരുമില്ല, അമ്മ തന്നെ പോയി എന്താണോ ചെയ്യാനുള്ളത് അത് ഞങ്ങൾക്ക് ചെയ്ത് തന്ന് ഓഗസ്റ്റ് 15 അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് 14 ഞങ്ങളുടെ സാലറി ഞങ്ങൾക്ക് ക്രെഡിറ്റായി കിട്ടണം. കാരണം 4 വർഷത്തോളമുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ ഡെയിലി വേജ് ആയിട്ട് ചെറിയ ഓരോ വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ചെറിയ തുക കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്കറിയാം എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. എന്നാലും ഞാൻ പറയുവാണ് കർത്താവാണ് ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആ വചനം എന്നുള്ളത് ഞങ്ങളുടെ അത്രയും ആപ്തവാക്യമാണ്. സംഗീതം 23:1 പറഞ്ഞാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും വചനം പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയും കർത്താവിൻ്റെ സംരക്ഷണം ചൊല്ലിയാണ് ഞാനും മോള് സ്കൂളിലേക്ക് വേണ്ടിക്ക് പോകുന്നത്. അപ്പോൾ കൊച്ചാണെങ്കിലും കുഞ്ഞിലേ മുതൽ പഠിച്ചിരിക്കുന്നൊരു വചനമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 4 വർഷം സാലറി ഇല്ലാതെ ജീവിച്ചെങ്കിലും ഈശോ എന്നെ ഒരുപാട് പരിപാലിച്ച് നടത്തിയ വർഷം
സന്തോഷമാണ്. ഞാൻ എന്ത് മനസ്സിലാഗ്രഹിച്ചാലും കുഞ്ഞ് എന്ത് മനസ്സിലാഗ്രഹിച്ചാലും ഈശോയും മാതാവും എവിടെ നിന്നാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവില്ലാതെ. എന്നാലും നമ്മൾക്ക് ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സാലറി ക്രെഡിറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് കാണാൻ ഏത് വ്യക്തിക്കാണ് ആഗ്രഹമില്ലാത്തത്? ഞാനങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ മാതാവിനോട് പോയി. അപ്പോൾ ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് വിശ്വസിച്ചോ, എന്തായാലും 15-ാം തീയതി മുമ്പ് കിട്ടും. അപ്പോഴാണെങ്കിലും കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞു എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തു, പേപ്പർ വർക്കൊക്കെ റെഡിയാണ്, പക്ഷേ സൈറ്റിലൊന്നും അപ്ലോഡ് ആവണില്ല, വർക്ക് സൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കുഴപ്പമില്ല, കാരണം ഇന്നലെ സിസ്റ്ററിൻ്റെ ഫീസ് ഡേയും കൂടി ആയിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ. അപ്പോൾ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ കുഴപ്പമില്ല, സിസ്റ്റർ അതുപോലെ വിഷമിക്കേണ്ട, സിസ്റ്റർ രാവിലെയും രാത്രിയൊക്കെ ചെയ്തിട്ടും ഇതാകുന്നില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, രമ്യ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്നലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വൈകിട്ട് നൊവേനയിലും എല്ലാം പങ്കെടുത്തതിന് ശേഷം ആരാധനയുടെ മുമ്പിൽ 1 മണിക്കൂർ ഇരുന്ന് ജപമാലയൊക്കെ ചൊല്ലി വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഷോക്ക് അടിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. മൊബൈലൊരു കോൾ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും സാലറി ക്രെഡിറ്റ് എന്നുള്ള മെസ്സേജ്. ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് പറയാം, കാരണം വെള്ളിയാഴ്ച വരെ ഞാൻ സമയം പറഞ്ഞതാണ്. അതിനുള്ളിൽ തന്നെ മാതാവ് ഇന്നലെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വർക്ക് ചെയ്ത സിസ്റ്ററിൻ്റെ ഫീസ് ഡേ തന്നെ സിസ്റ്റർ ഗിഫ്റ്റ് കൊടുത്ത പോലെ സിസ്റ്റർ ചെയ്ത വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്കും ഒരേപോലെ തന്നെ മെസ്സേജ് ഞങ്ങൾക്ക് വന്നു. ഇത് അത്രയും സന്തോഷത്തോടുകൂടി ഞാൻ ഇവിടെ, കാരണം ഞാൻ മാതാവിനോട് പറയാനാണ് ഇന്ന് തന്നെ ഓടി വന്നത്. വേറെ ആരോടും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒഫീഷ്യലായിട്ട് സ്കൂളിൽ ഒഫീഷ്യൽ അറിയാവുന്നതല്ലാതെ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെയൊക്കെ വന്നത്. ഇതിന് ഒത്തിരി ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതോടൊപ്പം ഒത്തിരി അധ്യാപകർ ഇതുപോലെ വിഷമിക്കുന്നുണ്ട്. അവരുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം മുതൽ അവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി അവർക്കും സാലറി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കൂളെന്ന് പറഞ്ഞ എക്സാം ഉണ്ട് ഞങ്ങൾ ടീച്ചേഴ്സിന്. അത് ഫേസ് ചെയ്യുന്നവർക്ക് അറിയേണ്ട ബുദ്ധിമുട്ട്. സിസ്റ്റത്തിൽ നമ്മൾ ആ ഒരു ഇതിന് ടൈം ലിമിറ്റ് അനുസരിച്ച് അപ്ലോഡ് ചെയ്ത അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കണം. ഞാനിത് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പൊതുവേ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. ഞാനപ്പോൾ ഉപ്പക്കിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൻ്റെ മുമ്പിലൊക്കെ ഞാൻ എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തൊട്ട് മുമ്പുള്ള റോൾ നമ്പർ മാറി എൻ്റെ സിസ്റ്റം വേറെ സിസ്റ്റത്തിലേക്ക് മാറ്റി. അപ്പം തന്നെ എൻ്റെ എൻ്റെ എല്ലാ എനർജിയും തീർന്ന പോലെ എനിക്ക് ടെൻഷനായി. പിന്നെ എക്സാം തീരാൻ ഒരു 10 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് 3 കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ തീരുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ദൈവം എന്നിത് പാസ്സാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി മാതാവ് ശരിക്കും ഇടപെട്ട പോലെ തന്നെ ആ എക്സാമിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റി. കൂടാതെ ഉടമ്പടി തൈലവും തേച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. രാവിലെ ഡെയിലി ഇവിടെ പ്രയർ കഴിയുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഞാനും കുരിശ് വരക്കും, വീട്ടിലുള്ളവർക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കും. സ്കൂളിലേക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴാണെങ്കിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് അതിൻ്റെ പ്രൊട്ടക്ഷനിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും തൈലവും ഞാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് മറന്നു പോയാൽ പോലും എൻ്റെ മോൾ എന്നെ ഓർമ്മിപ്പിക്കും. അമ്മ തൈലം എടുത്ത് കുരിശ് വരച്ച്, ഞാൻ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ കൊച്ചോടി വരും. എൻ്റെ നെറ്റിക്ക് കുരിശ് വരച്ചിട്ടല്ലാണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാറില്ല. അങ്ങനെ ഈശോയോട് ചേർന്നുകൊണ്ട് ഈശോയിലായിട്ട് നന്നായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കുഞ്ഞിനാണെങ്കിലും കുഞ്ഞാൾ മുതൽ എപ്പോഴും അസുഖം വരുമായിരുന്നു. സ്കൂളിലാണെങ്കിലും ഇവിടെ ഓരോ ഡോക്ടറിൻ്റെ അടുത്ത് മാറിക്കൊണ്ടുപോകും. അപ്പോൾ കുട്ടികൾക്ക് അസുഖം വരും. അത് അങ്ങനെ സ്ഥിരം യൂഷ്വലി വരുന്നതാണ്. അത് ഇത്ര വലിയ കാര്യം വെക്കാനില്ലെന്ന് പറയും. എന്നാലും നമുക്ക് ഒത്തിരി ലീവ് എടുക്കാനൊന്നും അതിൻ്റെ പേരിൽ പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. തൈലം ഒരു ദിവസം പോലും മുടങ്ങാതെ നെറ്റിയിൽ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കുറേ നാളായി ഇതുപോലെ ചെയ്യും. അതിനുശേഷം അങ്ങനെയുള്ള സ്ഥിരമായി വരുന്ന അസുഖങ്ങളൊന്നും തന്നെ കുഞ്ഞിനേക്കാറില്ല. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടമ്പടി ഉപ്പിട്ട് അപ്പോൾ തന്നെ കൊച്ചൻ തന്നെ എടുത്ത് വെള്ളം കുടിക്കും. തേനാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യും. അതുപോലെ അമ്മയാണെങ്കിലും ഒത്തിരി പ്രാർത്ഥിക്കും. കിട്ടുന്ന സമയങ്ങളിലൊക്കെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എല്ലാവരും ആ മാതാവിനോട് ചേർന്ന്, അതായത് കൃപാസന മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാതാവ് ഇടപെടുമെന്നുള്ള അത്ഭുതം നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ കൂടാതെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഈ പറഞ്ഞല്ലോ പല സ്ഥലത്തൊക്കെ കൊണ്ടുകൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളുടെ ഇടയിൽ സ്കൂളിലായതുകൊണ്ട് കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അവരോട് ഞാൻ പറയും പ്രാർത്ഥിക്കാൻ. അവർ പാരൻസിനോടും എന്നാൽ കഴിയുന്ന സഹായം ആർക്കൊക്കെ ചെയ്യാനിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാ മാസമാണെങ്കിലും ചെറിയൊരു തുക എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ചെറിയൊരു തുകയായിട്ട് എല്ലാ മാസവും പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഫണ്ടിലേക്ക് ഞാൻ അയക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കുന്നതിൽ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. കൂടാതെ പബ്ലിക് പ്ലേസിലൊക്കെ പൊതിച്ചോറ് കൊടുക്കുന്നത് പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാനും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, മാതാവേ എനിക്ക് അതിനുള്ളൊരു അവസരം തരുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് മെയ് ലാസ്റ്റ് ഞങ്ങൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ആലുവയിൽ വെച്ച് നടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് സാധാരണ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയില്ല. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ തന്നെയും ഞാൻ ആഗ്രഹം മാറ്റിവെച്ച് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വഴിയിൽ ഒത്തിരി പേര് അവിടെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ അടുത്തുനിന്നുള്ള കടയിൽ വാങ്ങിച്ച് അവർ ആയിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ചോറ് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റി. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ്. എനിക്ക് അതിനൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ബൈബിൾ വായനയും വിശുദ്ധ കുർബാനയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെറുതായി ഒരു വിഷമം വന്നാൽ ഞാൻ അപ്പം തന്നെ കുമ്പസാരിക്കാതെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാറില്ല. പേഴ്സണൽ പ്രെയർ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പം മൊബൈലിലായിക്കോട്ടെ, അച്ഛന്മാരുടെ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനകൾ, പ്രെയറുകൾ, ഇതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളൊന്ന് മാനസികമായി ഡൗൺ ആകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ മതി, അതിൽ വരുന്ന ഷോർട്സ് നമ്മൾക്കുള്ള മെസ്സേജ് ആയിരിക്കും. വേറെ ഒന്നിനും അനാവശ്യമായിട്ട് സമയം അങ്ങനെ കളയാറില്ല. ഇതിലൂടെ പോകുന്നത് കൊണ്ട് ഒത്തിരി ഈശോ കൂടെയുണ്ട്. ഏത് പ്രവൃത്തിയിലും എന്തിലും ഏറ്റെടുത്താലും ഏറ്റവും നന്നായിട്ട് എല്ലാം ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഒത്തിരി ഉണ്ടാവാറുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ നമ്മൾക്ക് ദൈവം അനുയോജ്യമാക്കി കൊണ്ടുതരും. പലരും ചോദിക്കും ഇതെങ്ങനെ സാധിക്കുന്നു, ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്. ഇതിന് ഒത്തിരി 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 എൻ്റെ ജീവിതത്തിലും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് രമ്യ ചേന്നൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ സാക്ഷി നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായിരുന്നു. ജോലി കിട്ടി, അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിലും എയ്ഡഡ് സ്കൂളുകളിൽ 4 വർഷമായിട്ട് ജോലി ചെയ്ത് കടന്നു പോകുന്നു. 2 വർഷം സാലറി ഇല്ലാതെ കടന്നു പോവുകയും അതേ തുടർന്നാണെങ്കിലും അടുത്ത 2 വർഷമാണെങ്കിലും ഡെയിലി വേജസിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അപ്പോയിൻമെൻറ്റ് പലവിധ കാരണങ്ങളാലും തടസ്സങ്ങളാലും അത് പാസ്സാകാത്ത രീതിയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ തുടർന്നുള്ള പ്രാർത്ഥനയുടെ ആണെങ്കിലും കുറേയധികം ടീച്ചേഴ്സിൻ്റെ സങ്കടങ്ങളും ഒപ്പം ചേർത്തുകൊണ്ട് തന്നെയാണ് ഇയാൾ താലക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ അച്ഛനെ കാണുവാനായിട്ട് കടന്നു വരികയും ചെയ്യുന്നത്. തുടർന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും 21 ഡേറ്റ് അത് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ അതെപ്പോഴാണ് എന്താണെന്നുള്ളൊരു വലിയൊരു ചിന്തയുടെ കടന്നു പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അനുഗ്രഹം എന്നോണം അത് ഫെബ്രുവരി 21-ന് എയ്ഡഡ് സ്കൂൾ എല്ലാ അധ്യാപകർക്കും ആ ഒരു NSS അനുകൂലമായ ഉത്തരവ് അത് ബാധകമായിട്ടത് പുറപ്പെടുവിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനും റെഗുലറൈസ് ചെയ്യാനും വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പേപ്പർ സംബന്ധമായ കാര്യങ്ങളത് പലതരത്തിലുള്ള പെൻഡിങ്ങിലൂടെയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കടന്നു പോകുന്ന പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇതെല്ലാം നമുക്ക് നൽകുന്നുള്ള അനുഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടി മുമ്പോട്ട് പോവുകയും അതേ തുടർന്നാണെങ്കിലും ടീച്ചേഴ്സ് ലഭിക്കേണ്ട പെൻ നമ്പറാണെങ്കിലും അതൊക്കെ ലഭിക്കുകയും അതേ തുടർന്നാണെങ്കിലും തൻ്റെ നമ്പർ വരാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ ഇടപെടലിലൂടെയും അത് തനിക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്നും സാലറി ക്രെഡിറ്റ് ആകാത്തതിൻ്റെ കാര്യങ്ങൾ അത് എല്ലാവരുടെയും കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ മാത്രം ശരിയാതെ വരുന്നൊരവസ്ഥയിൽ കടന്നു പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും തനിക്ക് അതിനുവേണ്ട കാര്യങ്ങളും ക്രമീകരണങ്ങളാണെങ്കിലും പരിശുദ്ധ അനുഗ്രഹത്തോടു കൂടി സാലറി ലഭിക്കുകയും തുടർന്ന് മുമ്പോട്ട് പോകുവാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും ടീച്ചേഴ്സ് പാസ്സാകേണ്ട സ്കൂളെന്ന എക്സാം ആണെങ്കിലും അത് കമ്പ്യൂട്ടർ സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെയാണ്. അത് പൂർണ്ണമായിട്ട് അത് പാസ്സാകുവാനുള്ള എല്ലാവിധമായ ടെൻഷനുകളും മാറ്റിയത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തു, പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം സാക്ഷ്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും ഈശോ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. പരിശുദ്ധ അമ്മ എനിക്കെല്ലാത്തിനും തുണയായിട്ടും സംരക്ഷകയായിട്ടും കൂടെയുണ്ടെന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഈ താരക്ക് മുമ്പിൽ തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും വലിയ വലിയ അനുഗ്രഹങ്ങളാലും കൃപകളാലും പരിശുദ്ധം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.